ഉണ്ട്. വണ്ടി മൂവ് ചെയ്യുമ്പോഴും ആ ഗ്രൗണ്ട് ഫീൽ ഉണ്ട്. വണ്ടി നിസ്സാരക്കാരനല്ല അല്ലേ? എനിക്ക് ചെറുപ്പം തൊട്ടേ അപ്പ റാലി ചെയ്യണ കണ്ടിട്ട് എനിക്കും റാലിക്ക് ഇറങ്ങണമെന്നായിരുന്നു താല്പര്യം. പണ്ടത്തെ പോലെ തന്നെ ദിവസങ്ങള് നാവിഗേറ്ററായിട്ടും അപ്പ ഡ്രൈവറായിട്ടും ഒരു റാലി സ്റ്റൈലില് ഓടിച്ച് കാണിച്ചു തരാൻ പറ്റും. 3, 2, 1 go. Start. Caution. 3 right. 3 right. Into 1 left. ഹലോ, വെൽക്കം ടു കാസ്മാറ്റിക് വൺസ് അഗെയിൻ. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്ത്, പുള്ളിക്കാരൻ മോട്ടോർ സ്പോർട്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റേസിങ്ങുകൾ, അതുപോലെ തന്നെ ഓട്ടോക്രോസ് ഇവൻറ്റുകളൊക്കെ ഓടിച്ച് കേരളത്തിൽ സജീവമായി നിൽക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷനായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതമാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊരു പ്രത്യേകത കൂടിയുള്ളത്, പുള്ളിക്കാരൻ ഈ റേസിംഗ് ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ്റെ നെക്സ്റ്റ് ജനറേഷൻ, അതും ഒരു ഗേൾ ചൈൽഡ്, അവരെ ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആക്കുകയും അവരെ പിന്നീട് ഓട്ടോമൊബൈൽ ഇൻഫ്ലുവൻസർ ആക്കുകയും ഇപ്പോൾ ആ കുട്ടി കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും നമുക്ക് പരിചയപ്പെടണ്ടേ? അപ്പോൾ സ്റ്റേ ട്യൂൺ. ഹലോ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രതിഭ, ജോസഫ് ചെർക്കേക്കാരൻ. എൻ്റെ ജീവിതം മാറ്റിമറിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. 1990കളിൽ കേരളത്തിലെ ഓട്ടോക്രോസുകളെ ചരിത്രം സൃഷ്ടിച്ച ഒരാളാണ്. 90കളിൽ തുടങ്ങി 2000 ഓട്ടോക്രോസ് മേഖലയിൽ മാറ്റിമറിച്ച, കേരളത്തിൽ പ്രത്യേകിച്ച് മാറ്റിമറിച്ചൊരു വ്യക്തിയാണ്. ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിലേക്ക് പിന്നെ മാറുകയുണ്ടായി, വേറെ ലെവലിൽ ഒരു ചാമ്പ്യൻ ആവുകയും ചെയ്തു. അപ്പോൾ ഇവരെ കഥകളൊക്കെ നമുക്ക് ഇന്ന് വഴി അറിയാം. അപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ മകളെ പരിചയപ്പെടാം. ഹായ്. ആക്ച്വലി എല്ലാവരും ഒക്ടേൻ ഗേൾ എന്നാണ് കേൾക്കുന്നത്. ആക്ച്വൽ പേരൊന്ന് പറയൂ. മിയ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഗോൾഫ് GTAയുടെ ഡെലിവറി? വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു, ഒരിക്കലും വിചാരിക്കാത്തത്. ഒരു വാക്കിൽ ഗോൾഫിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? പെർഫെക്റ്റ് കാർ ഫോർ മീ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാൻ പോയല്ലോ. ആണെന്ന് തോന്നുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രൗണ്ട് ഫീൽ ഉണ്ട്. വണ്ടി മൂവ് ചെയ്യുമ്പോഴും ആ ഗ്രൗണ്ട് ഫീൽ ഉണ്ട്. ജോസ്ബേ, വണ്ടി നിസ്സാരക്കാരനല്ല അല്ലേ? എനിക്ക് ചെറുപ്പം തൊട്ടേ അപ്പ റാലി ചെയ്യണ കണ്ടിട്ട് എനിക്കും റാലിക്ക് ഇറങ്ങണമെന്നായിരുന്നു താല്പര്യം. പണ്ടത്തെ പോലെ തന്നെ ദിവസങ്ങള് നാവിഗേറ്ററായിട്ടും അപ്പ ഡ്രൈവറായിട്ടും ഒരു റാലി സ്റ്റൈലില് ഓടിച്ച് കാണിച്ചു തരാൻ പറ്റും. 3, 2, 1 go. സ്റ്റാർട്ട്. കോഷൻ. 3 right. 3 right. Then do 1 left. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞത് സ്പെഷ്യൽ തന്നെയായി. നമ്മുടെ കയ്യിൽ നിന്ന് ഗോൾഫ് GTA ആണ് ഫോക്സ്വാഗൻ്റെ 8th ജനറേഷൻ മാർക്ക് 8.5. ഒരു എന്താ പറയുക, ഒരു ബീസ്റ്റാണെന്ന് തോന്നുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രൗണ്ട് ഫീൽ ഉണ്ട്. വണ്ടി മൂവ് ചെയ്യുമ്പോഴും ആ ഗ്രൗണ്ട് ഫീൽ ഉണ്ട്. ജോസ്ബേ, വണ്ടി നിസ്സാരക്കാരനല്ല അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയ ഫീലിലേക്കാണ് പോണേ അല്ലേ? പണ്ടത്തെ ഒരു ഡ്രൈവ് സ്റ്റോറിയിലേക്കൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ തുടക്കം തുടക്കം ഇപ്പോഴും നമ്മുടെ എയർപോർട്ട് റേസ് ഒക്കെ ഓർമ്മയില്ലേ? 4 പേരായിട്ട് പോയിട്ട് തിരിച്ചു വന്ന ഗുസ്തിയൊക്കെ 1.5 ഗുസ്തിയാണ്.
അതുപോലെ തന്നെ കോട്ടയം റേസ് കഴിഞ്ഞ് മടങ്ങി ഇവിടെ വീടിന്റെ ഗേറ്റിലേക്ക് 4 വണ്ടി മൈക്രോ സെക്കൻഡിൽ ഈവൻ ഫോർമുല 1 കാറുകൾ ഫിനിഷ് ചെയ്യുന്ന പോലെയാണ് അതൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു ഗവൺമെന്റാണ്. നമ്മുടെ ട്രിച്ചു മോട്ടോർ സ്പോർട്സ് ക്ലബ്ബിൽ നിന്നല്ലേ നമ്മുടെ സ്റ്റാർട്ട് വരുന്നത്. ട്രിച്ചു മോട്ടോർ സ്പോർട്സ് ക്ലബ്ബിൽ നമ്മളെല്ലാവരും മെമ്പേഴ്സായിരുന്നു. നരേൻ കാർത്തികേയൻ ഫോർമുല 1 വന്ന സമയം 2005 2005 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, അതിന് മുന്നേ റേസുകൾ ഓടിച്ചിരുന്നില്ലേ? റേസുകൾ ഞാൻ പറഞ്ഞ 1990-കളിൽ തന്നെ 94-95 അതില്ല, അത് ജസ്റ്റ് ട്രാക്കിൽ ഓടിച്ചിരുന്നു എന്നുള്ളൂ. അത് റേസ് എന്നുള്ള ഒരു ഇതിലല്ല. വേറെ റേസ് നടക്കുമ്പോൾ നമ്മളൊരു റെക്കോർഡ് ഡ്രൈവ് പോലെ അല്ലെങ്കിൽ വെറുതെ ഒരു ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കാരണം എൻ്റെ അങ്കിള് മിസ്റ്റർ ജോർജ് ആൻ്റണി ഇതിൽ നാഷണൽ ഇതിലുണ്ടായിരുന്ന ആൾ ത്രൂ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിരുന്നു എന്ന് മാത്രം. റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ലെങ്കിലും ആ ട്രാക്കിൽ ഓടിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ആളിപ്പോഴും റെഡിയാക്കി തരുമായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഇതിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കൂടാനും ഇത് പഠിക്കാനുള്ളൊരു ചാൻസ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ജോർജ് ആന്റണിയാണ് ശരിക്കും പറഞ്ഞാൽ യുവർ മെന്റോർ അല്ലേ? എക്സാക്ട്ലി. ആളും ആളുടെ ട്വിൻ ബ്രദറും ഉണ്ട്, ജോസ് ആന്റണി. ഇവർ രണ്ടുപേരും നാഷണൽ റാലി ഓടിച്ചിരുന്നതാണ്. ജോർജ് ആന്റണി പിന്നെ എല്ലാവർക്കും അറിയാം, റാലി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അറിയുന്നുണ്ടാവും. ആളൊരു MRF ഡ്രൈവറായിരുന്നു. അവരൊക്കെ MRFന്റെ ആദ്യകാലത്തെ ഡ്രൈവേഴ്സിൽ അല്ലേ? മോട്ടോർ സ്പോർട്സ് തുടങ്ങണ കാലത്ത് എനിക്ക് 1980s-ലൊക്കെ. അതെ. അവർ ആക്ച്വലി ഫിയറ്റ് അംബാസിഡർ മുതൽ ഉള്ള സമയത്ത് റാലി ഓടിച്ചിരുന്നതാണ്. അന്നൊക്കെ റാലി ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 എനിക്കൊന്ന് മോർ ദാൻ 1500 കിലോമീറ്റേഴ്സ് ഒക്കെ തോന്നുന്നു ഒരു ഇവന്റ്. അത് ഒരു സ്റ്റേജ് ഇവന്റ്സ് അല്ല അന്നത്തെ റാലി. അന്ന് TSD ആണ്, ഡിസ്റ്റൻസ് കവേർഡ്. ഇപ്പോൾ തന്നെ ഒരു 10 times ഒക്കെയാണ് പോയിരുന്നത്. അത് സ്റ്റേറ്റ് കടന്നു പോയിരുന്നു ഇവന്റ്. ലൈക്ക് തമിഴ്നാട്, കർണാടക, കേരള ഒക്കെ കൂടിയിട്ടാണ് ഇവന്റ് നടന്നിരുന്നത്. അത്രയധികം ലോങ് ഡിസ്റ്റൻസും 2 ഡ്രൈവറും കോ ഡ്രൈവറും മാത്രമായിരുന്നില്ല അന്ന്. 3-4 പേര് കൂടിയിട്ടാണ് അന്ന് ഓടിച്ചിരുന്നത്. ഒരു ഡ്രൈവറും 3 പേര് കൂടെ പോയിരുന്നു. എനിക്ക് തോന്നുന്നു അത് 1500 കിലോമീറ്ററിൽ പിന്നെ 750 750 പിന്നെ 250 പിന്നെ അത് 150 കിലോമീറ്ററായി. പിന്നെ സ്റ്റേജ് റാലീസ് മാറി, പിന്നെ സ്റ്റേജ് റാലീസ് ആയി മാറിയത്. ജോസഫിന്റെ ഫസ്റ്റ് പിന്നെ എപ്പോഴാണ് വരുന്നത്? എൻ്റെ റേസ് ഓടിച്ചോണെങ്കിൽ ഐ തിങ്ക് 2000-ലാണ്. 2000-ൽ ഫസ്റ്റ് പിന്നെ കോയമ്പത്തൂര് ഫസ്റ്റ് നാഷണൽ ഇവന്റ് വിൻ ചെയ്യുന്നത് 2009. അത് INRC. മറ്റേത് കോട്ടോക്രോസ്. നമ്മൾ ഒരുമിച്ചുള്ളപ്പോൾ DDL സ്പോർട്സിന്റെ സമയത്ത് 2008 ആദ്യത്തെ ഒരു ഇവന്റ് നമ്മളൊരു കാറ് റെന്റ് ചെയ്ത് ഓടിച്ചിരുന്നു. അതും DDL സ്പോർട്സിന്റെ ഭാഗമായിട്ട് അവരൊരു ട്രയൽ റൺ പോലെ ഓടിച്ചതാണ്. DDL സ്പോർട്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് 6 വണ്ടികളാണ് തന്നിരുന്നത്. 2 ബലേനോ, 2 STയും 2 ജിപ്സി. ഞാനും എൻ്റെ എൽഡർ ബ്രദറും എൻ്റെ ഒരു കസിനാണ് ആക്ച്വലി കേരള ടീമായിട്ട് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ തന്നെ ഞാൻ പിന്നെ നാസിക് വിൻ ചെയ്തിരുന്നു. ഫസ്റ്റ് വന്നിരുന്നു കാറ്റഗറി. നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 2009 നോക്കുമ്പോൾ 3rd വന്നു. ഞാൻ ചോദിച്ചതല്ല അത്. ഓക്കെ, അത് ആ ഒരു വിൻ. അത് കൂടാണ്ട് ഒരുപാട് ഓട്ടോക്രോസുകൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓട്ടോക്രോസ് ഓടിച്ച് വിൻ ചെയ്ത ഒരു ഡ്രൈവർ എന്നുള്ള ബഹുമതി അത് 2000 മുതൽ 2008 വരയ്ക്ക് ഒരു 10-35 ഇവന്റ്സോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഒരു 10-28 ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ സെക്കൻഡും തേർഡും 2 ഔട്ടാവുകയും ചെയ്തിട്ടുണ്ട് വണ്ടി കേടായതിൻ്റെ പേരിൽ. അപ്പോൾ 8 കൊല്ലം റേസ് ഓടിച്ച് നടന്നത് ഞങ്ങൾക്കൊരു റാലിയിലോട്ട് എൻട്രി കിട്ടിയത് DDL സ്പോർട്സ് വഴിക്ക്. മിസ്റ്റർ ക്ലിൻറ്റ് ആൻഡ് ക്ലൈവ്, മിസ്റ്റർ വിൽഫറിൻ്റെ 2 മക്കളാണ് അവർ. ത്രൂ ആണ് നമുക്ക് ഇതിലോട്ട് ഒരു എൻട്രി കിട്ടിയതും നമുക്ക് അത് പെർഫോം ചെയ്ത് കാണിക്കാൻ പറ്റിയതും ഒരു തന്നത് DDL സ്പോർട്സ് ആണ്. ഡേവിസ് ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലുള്ള പരിചയമാണ്. എൻ്റെ എൽഡർ ബ്രദറിൻ്റെ ഏജാണ് ഡേവിസിന്. അപ്പോൾ ഞങ്ങളുടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. എന്നും കാറും മോട്ടോർ സ്പോർട്സും തന്നെയായിരുന്നു നമ്മൾ സംസാരം. അപ്പോൾ ഞങ്ങളൊരു ട്രിച്ചൂർ മോട്ടോർ സ്പോർട്സ് എന്നൊരു ക്ലബ്ബും ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളൊക്കെയാണ് അതിൽ മെമ്പേഴ്സ്. പിന്നീട് അത് റേസിംഗ് ആണ് പിന്നെ ചെയ്തിരുന്നത്. ഒരു 5-6 കൊല്ലം റേസിംഗ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഡേവിസിൻ്റെ ഭാഗത്തുനിന്ന് പല സ്പോൺസേഴ്സിനെ കിട്ടാനും പല സപ്പോർട്ടുകളും ഡേവിസാണ് ചെയ്തു തന്നിരുന്നത്. പിന്നീട് ഞങ്ങളൊരു DDL സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം തന്നെ ഫോം ചെയ്തു. കേരള ടീം ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് 3 കാറുകളാണ്
ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നത്. അതിൽ ഡേവിസാണ് നാവിഗേറ്ററായിട്ട് നമ്മുടെ കൂടെ പോകുന്നത്. അപ്പോൾ അത് 2009 ഹോൾ സീസൺ നമ്മൾ ചെയ്തിരുന്നു. പിന്നെ ആളുടെ എനർജി എന്ന് പറയുന്നത് എന്നും മോട്ടോർ സ്പോർട്സിനോട് വേണ്ടി സത്യം പറഞ്ഞാൽ ആളൊരു അഡ്വക്കേറ്റ് ആണെങ്കിലും കൂടുതൽ ഇൻട്രസ്റ്റ് മോട്ടോർ സ്പോർട്സിലാണ്. അപ്പോൾ കണ്ടമാനം സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും മാനുഫാക്ചേഴ്സായിട്ടുള്ള കണക്ഷനും എല്ലാം നല്ല രീതിയിലുണ്ട് ഡേവിസിന്. അപ്പോൾ അത് ഞങ്ങൾക്കും വളരെ ഉപകാരമാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഡേവിസും ഞങ്ങളുടെ ഒരു DDL സ്പോർട്സ് ടീമിൻ്റെ ഒരു നാവിഗേറ്റർ ആയിരുന്നല്ലോ. ചെറിയ എക്സ്പീരിയൻസ് ഡേവിസിനും പറയാവുന്നതാണ്. ആക്ച്വലി അല്ല, എനിക്ക് പറയാനായിട്ട് DDL ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ അതിന് ഡിബേറ്റബിൾ ആണത്, കേരളത്തിൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ റേസിംഗ് ടീമായിട്ട് INRCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടീമാണ്, റാലി ടീമാണ് DDL സ്പോർട്സ് റാലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവൺ ആ ലോഞ്ച് പോലും രാജ് വിവാന്തയിൽ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജുമായിട്ട് ഒരുപാട് പേര് സെലിബ്രിറ്റീസ് എല്ലാവരും വന്നിട്ട് ഇഷ്ടം പോലെ പേരുകൾ വന്ന് അന്ന് വലിയൊരു ലോഞ്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൊച്ചി വിറപ്പിച്ച ഒരു ലോഞ്ച് തന്നെ പറയാം. ആക്ച്വലി എൻ്റെ റോള് ജോസഫ് അന്ന് എന്നോട് പറഞ്ഞത് ടീം മാനേജർ എന്നുള്ള പോസ്റ്റാണ് എനിക്ക് തന്നത്. എനിക്ക് ഓടിക്കുന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അന്ന് അത് അങ്ങോട്ട് പൂർണ്ണമാക്കാൻ പറ്റില്ല. ഇപ്പോഴും അത് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ മിക്കവാറും ഏതെങ്കിലും ഒരു കാലത്ത് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അതൊരു വാശിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും ഞങ്ങൾ ഒരു കൊല്ലം സീസൺ ഞങ്ങൾ ഓടിച്ചു. 3rd പ്ലേസ് ഉണ്ട്, ടീമിന് 3rd വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. അന്ന് എനിക്ക് തോന്നുന്നു MRF ആണ് നമ്പർ. MRF അതുപോലെ റെഡ് റൂസ്റ്റർ റേസിംഗ് ടീം, അങ്ങനെ 2-3 വലിയ ടീമുകളാണ് അവരൊക്കെ. വലിയ ഹെവി കോമ്പറ്റീഷൻ കോയമ്പത്തൂർ ബേസ്ഡ് ടീമുകളൊക്കെയാണ്. ആ സമയത്ത് കേരളത്തിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. നമുക്കന്ന് സപ്പോർട്ട് വന്നിരുന്ന സ്വാമിനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂണറാണ്. പുള്ളിക്കാരൻ മരിച്ചുപോയി. ആളൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. കാരണം അവരുടെയൊക്കെ ഒരുപാട് കോച്ചിങ്ങും ട്രെയിനിങ്ങും മെൻ്റലി ഫിസിക്കലി ഒക്കെ നമ്മളെ ഒരുപാട് പ്രിപ്പയർഡ് ആക്കി എന്തോരം സമയം അവർ അതിനു വേണ്ടി കണ്ടെത്തിയിട്ടുണ്ടെന്നറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത്? റാലി കഴിഞ്ഞ 2009 കഴിഞ്ഞ പിന്നെ ഞാൻ ഒരു സുസുക്കിയുടെ ഓട്ടോക്രോസ് കൊച്ചിനെ ഓടിച്ചിരുന്നു. അന്ന് സെക്കൻഡ് വന്നിരുന്നു 2017 ലാസ്റ്റിൽ. പിന്നെ ഇവൻറ്റ്സ് ഓടിച്ചിട്ടില്ല, കാരണം അതിന് വേണ്ടി ഒരു വണ്ടി പ്രിപ്പയർ ചെയ്തിടുന്നത് അത്ര പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല. ഈ ഇവൻറ്റ്സ് എണ്ണത്തിലും വളരെ കുറവായിരുന്നു. പിന്നെ എങ്ങനെയാണ് മകളിലേക്ക് ആ ഒരു ട്രാൻസിഷൻ വരാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിങ്കിങ് വരാനുള്ള ഒരു സ്പാർക്ക് വരാനുള്ള കാരണം? സ്പാർക്ക് വരാൻ ചെറുപ്പം മുതലേ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കഥകളൊക്കെ തന്നെ ആളും ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഞാൻ ഇവൻറ്റ്സിന് പോകുമ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെയൊക്കെ ഇവർ ഇവൻറ്റ് കാണാൻ വരുന്നതും, അപ്പോൾ അവർക്കും ചെറിയൊരു ഇൻസ്പിറേഷൻ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷി വാസ് 16 കഴിഞ്ഞപ്പോഴാണ് ആൾ കൂടുതൽ ഇതിനോട്ട് ഓടിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്കൊക്കെ ആയി തുടങ്ങിയത്. അങ്ങനെ ഓടിക്കൽ അത്ര പ്രാക്ടിക്കലായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് റോഡ്സിലും പ്രൈവറ്റ് ഗ്രൗണ്ടുകളിലൊക്കെ കുറേശ്ശെ ഓടിച്ചു തുടങ്ങി. അപ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി വന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഉള്ള വണ്ടികളും സൂപ്പർ കാർസ് സൂപ്പർ ബൈക്സും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടുതലായി തുടങ്ങി. 2015 കഴിഞ്ഞപ്പോൾ സൂപ്പർ കാർസും ബൈക്സും വന്നു തുടങ്ങി നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതൊരു മെയിൻ കാരണമായി ആൾക്കത് വീഡിയോസ് ചെയ്യാനും ഇതിലോട്ട് വരാനായിട്ടുള്ളൊരു കാരണമായി. പ്രത്യേകിച്ച് ഒരു മാൻസ് വേൾഡാണത്. ജോസഫിനെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗേൾ ചൈൽഡിനെ ഇതിലേക്ക് കണക്ട് ചെയ്ത് വരുമ്പോൾ, ഫീൽഡിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയുക, ഒരു ഫാക്ടർ. സാധാരണ ആരും ഒന്നും മടിച്ചു പോകുന്നൊരു ഭാഗത്ത് ഇത്രയ്ക്കും അഗ്രസീവായിട്ട് ബോൾഡായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റീസൺ ഉണ്ടോ? അല്ല, നമുക്കറിയാം എന്താണ് ഇതിൽ നടക്കുന്ന ഒരു മോട്ടോർ സ്പോർട്ട്. ഇതിൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നല്ല രീതിയിൽ അറിയാം. അപ്പോൾ ഒരു വണ്ടികൾ ഇപ്പോൾ പുതിയ വണ്ടികൾ കണ്ടമാനം ഇറങ്ങുന്നുണ്ട്, സ്പോർട്സ് കാറുകൾ ഇറങ്ങുന്നുണ്ട്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികളും കൂടി തുടങ്ങി. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ റേസ് റാലിന്നും വിട്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാണ്ടും ഒരു റാലി എന്ന് പറയുന്നത് നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന അത്ര ഒരു എളുപ്പമുള്ള സംഭവമല്ല ഒരു റാലി ഓടിക്കുക എന്നുള്ളത്. അതിൽ കണ്ടമാനം എഫേർട്ടും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. എടുക്കണ എനർജി എഫേർട്ട് ഇത് ഒരു പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഫാൻസി രസമായിട്ട് തോന്നും. പക്ഷെ ഓടിച്ച ഒരാൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും ഇത് അറിയുള്ളൂ. അത് ഡേവിസിനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഡേവിസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതാവുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല, എന്നാൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. ആളുടെയും ഇഷ്ടമായിട്ടുള്ള ഒരു ഇത് വന്നിട്ട് പുതിയ വണ്ടികൾ, പുതിയ
അതായത് വലിയ ചൂടൊന്നും അനുഭവിക്കേണ്ട ട്രാക്കിൽ പോണ പോലെ അത് നോക്കിയപ്പോൾ ഞാനും കംഫർട്ടബിളാണ്, എനിക്കും ആളെ സപ്പോർട്ട് ചെയ്യണതിൽ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല. അപ്പോൾ എനിക്ക് കോമൺ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് രണ്ടുപേരും ഇത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ആ ഒരു സാധാരണഗതിയിൽ ഇപ്പോൾ നിങ്ങളൊരു പൊതുവേ ഒരു സാധാരണ ഒരു മനുഷ്യൻ നമ്മളിപ്പോൾ അത്യാവശ്യം ഈ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ലൈഫിൽ ആ നല്ല സമയത്തൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് കൂട്ടി വെച്ച് പരിപാടി അവസാനിപ്പിച്ച് മകനുണ്ടെങ്കിൽ മകന് കൊടുക്കും. അങ്ങനെ അത് ആ ഒരു അധ്യായം അവിടെ കഴിഞ്ഞ് അവസാനിപ്പിച്ച് പോകുന്ന ഒരു പ്രകൃതമാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വിട്ടിട്ട് ഒരു വ്യത്യസ്തമായിട്ട് ആ ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസം കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് അങ്ങനെ കീനായിരുന്നോ അതോ അത് ഇറ്റ് വാസ് ആക്സിഡൻറ്റ്? അത് ആ ഇൻട്രസ്റ്റ് എത്ര നാളുണ്ടോ അത് ഇങ്ങനെ എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം എൻ്റെ ഇൻട്രസ്റ്റ് പെട്ടെന്ന് കുറഞ്ഞില്ല, മുന്നോട്ട് തന്നെ പോണ കാരണമായിരിക്കും. മോളും ഒപ്പം ഉണ്ടായിരുന്നു, ആളുടെ ഇൻട്രസ്റ്റ് അതായതുകൊണ്ട് ഞാനിതിൽ നിന്ന് പിന്മാറാൻ എനിക്ക് തോന്നിയില്ല. പുതിയത് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളിങ്ങനെ പോകണു, എൻജോയ് ചെയ്യുന്നു, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ഒരു മോട്ടോർ സ്പോർട്സ് എന്തൂസിയാസിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫീലിപ്പ് ഉണ്ടോ? വാട്ട് ഈസ് യുവർ തോട്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു മോട്ടോർ സ്പോർട്സ് വൈബ്? മോട്ടോർ സ്പോർട്സ് വൈബ് എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം പേര് മോട്ടോർ സ്പോർട്സിലോട്ട് പോകുന്നതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എല്ലാവരും വണ്ടികൾ ഓൺ ചെയ്യുന്നുണ്ട്, മോഡിഫിക്കേഷൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും മോട്ടോർ സ്പോർട്സ് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് വളരെ കുറച്ച് പേരെ മോട്ടോർ സ്പോർട്സിലോട്ട് പോകുന്നുള്ളൂ. ഈവൻ ഗോ കാർട്ടിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയ പിള്ളേരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പലരും എനിക്ക് അറിയാവുന്നവരുണ്ട്. ട്രെയിനിങ്ങിന് പോയി തുടങ്ങിയിട്ട് അതുപോലും എക്സ്പെൻസീവാന്ന് പറഞ്ഞിട്ട് നിർത്തിയ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഒരു ഗോ കാർട്ടിൻ്റെ സ്റ്റേജിൽ തന്നെ അത് എക്സ്പെൻസീവാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലോട്ട് കയറുന്നതോറും അതിൻ്റെ വളരെയധികം ടൈംസാണ് എക്സ്പെൻസ് വരുന്നത് ഒരു റേസ് കാറോ റാലി കാറോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇവൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആൾക്കാർ മോഡിഫിക്കേഷൻസ് ആൻഡ് ഇതുകളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മോട്ടോർ സ്പോർട്സിലോട്ട് ആൾക്കാർ അധികം മാറുന്നതായിട്ട് കാണില്ല. വളരെ ഇല്ല എന്നല്ല പറയുന്നത്, വളരെ കുറവ് നമ്പേഴ്സ് മോട്ടോർ സ്പോർട്സിലോട്ടുള്ളൂ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ യുവാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മോഡിഫിക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ മോഡിഫിക്കേഷനെ കുറിച്ച് ഇപ്പോൾ ജോസഫിൻ്റെ ഒരു തോട്ട് എന്താണ് വണ്ടി മോഡിഫൈ ചെയ്യുന്നതിനെ കുറിച്ച്? രണ്ട് രീതിയിലുണ്ട് മോഡിഫിക്കേഷൻ. പലരും എൻ്റെ തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് മാത്രമേ ഞാൻ നോക്കുള്ളൂ. ലൈക്ക് വണ്ടിയുടെ ഒരു BHP കൂടുതൽ കിട്ടുക, ഹാൻഡ്ലിങ് നന്നാക്കുക, ടയർ നന്നാക്കുക, ഈ ഇത്ര കാര്യങ്ങൾ ചെറുത് ചെയ്ത് ചിലപ്പോൾ ലുക്സിൽ ചിലപ്പോൾ നന്നാവില്ലായിരിക്കാം. പക്ഷേ പെർഫോമൻസിൽ മാത്രമാണ് എൻ്റെ ഇൻട്രസ്റ്റ്. ലുക്സിന് വേണ്ടി കണ്ടമാനം ഓൾട്രേഷൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ചിലപ്പോൾ പെർഫോമൻസിനെ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും ലുക്സിന് വേണ്ടി ചെയ്യുന്നത്. അതിലെനിക്ക് വലിയ താല്പര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് നോംസ് ഉണ്ടല്ലോ. ഗവൺമെൻറ് നോംസ് ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ ഈസ് ഇല്ലീഗൽ. ഗവൺമെൻറ് ആക്ട് അനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഹാൻഡ്ലിങ് കൂടിയതുകൊണ്ട് ആക്സിഡൻസ് കൂടണമെന്നില്ല, ബെറ്റർ ആയതുകൊണ്ട് ആക്സിഡൻസ് കുറയുക ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സസ്പെൻഷൻ അപ്ഗ്രേഡോ ഇച്ചിരി നല്ലൊരു ടയർ, ഇച്ചിരി വൈഡർ ബ്രോഡായിട്ടുള്ള ടയർ ഇടുമ്പോൾ, ഇപ്പോൾ വല്ലാണ്ട് ടയർ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, വണ്ടിയുടെ ഹാൻഡ്ലിങ്ങിനെ കണ്ടുമാനം ബാധിക്കുക, അത് ഇല്ലീഗലാണെന്ന് പറയുന്നത് തെറ്റില്ല. അത് ആക്സിഡൻസ് കൂട്ടാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഒരു വണ്ടിയുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതും ഹാൻഡ്ലിങ് കൂടുന്ന കാര്യങ്ങളൊന്നും ഇല്ലീഗലാന്ന് പറയുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കാലത്തൊക്കെ കൂടുതലും മോട്ടോർ സ്പോർട്സിനോടും അതുപോലെ തന്നെ ഓട്ടോക്രോസിനോടൊക്കെയാണ് താല്പര്യം. ഇന്നിപ്പോൾ പിള്ളേർ മുഴുവൻ പുതിയ കാർ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുക, വണ്ടി മോഡിഫൈ ചെയ്തിട്ട് ഓരോ ഷോസിൽ കൊണ്ടിട്ട് അവരുടെ ആ ഒരു ഓട്ടോമൊബൈൽ ഭ്രമം അവിടെ അവസാനിക്കുക. അതിനെയൊക്കെ കുറിച്ച് എന്താ, വാട്ട് ഈസ് യുവർ തോട്ട്? അല്ല, ചിലവർക്ക് വണ്ടിയുടെ പെർഫോമൻസ് ആയിരിക്കില്ല ആഗ്രഹം, വണ്ടി കാണാൻ നല്ലതായിരിക്കണം, അതിനെതിരെ നിൽക്കാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മോട്ടോർ സ്പോർട്സ് മാത്രം ഉണ്ടാവണമെന്നില്ല ഒരു വണ്ടി എൻജോയ് ചെയ്യണമെന്നുള്ളത്. ലുക്സും ഒരു വണ്ടി ഓൺ ചെയ്യണതിൽ എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. മകളെ ഓൾറെഡി ഇപ്പോൾ ഒരു നല്ലൊരു ഓട്ടോമൊബൈൽ ഇൻഫ്ലുവൻസറാക്കി. എന്താണ് ഇനി നെക്സ്റ്റ് പ്ലാൻ ഫോർ 2025-26? എൻ്റെ മോട്ടോർ സ്പോർട്ടിലോട്ടുള്ള ഇൻട്രസ്റ്റ് ഇതുവരെ മാറി കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി ഞാൻ സ്റ്റിൽ ലുക്കിംഗ് ഫോർ എ ഗുഡ് സ്പോൺസർ. ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ നാഷണൽ ഇവൻറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഇപ്പോഴും താല്പര്യമുണ്ട്. ഇൻ്റർനാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് തന്നെയാണ് എൻ്റെ മനസ്സിലിപ്പോഴും ഒരു ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നിൽക്കുന്നത്. അതെന്തായാലും ചെയ്തിരിക്കും, ആദ്യമായി അത് നടക്കുന്ന എനിക്ക് ഉറപ്പാണ്. അതിനുള്ള എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സംഭവം ഉഷാറാവട്ടെ. എന്തായാലും ഞാൻ ആ സൈഡിൽ കോ ഡ്രൈവറായിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടട്ടെ എന്നുള്ള അതുകൊണ്ട് നമുക്കൊരു ടീ ബ്രേക്ക് എടുക്കാം.
ഉണ്ടായിരുന്നു നമ്മുടെ ടീ ബ്രേക്ക്? അടിപൊളിയായിരുന്നു. അടിപൊളി. ടീ കട എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്, നിങ്ങൾക്ക് ജോസ്ഫിന് അറിയാം. അത്യാവശ്യം നല്ല ഒരു ചെയിൻ സ്റ്റോർ അവർക്ക് ഉണ്ട് ഇവിടെ തൃശ്ശൂർ. നല്ല നല്ല സ്നാക്സും അതുപോലെ നല്ലൊരു ആംബിയൻസും നല്ലൊരു ഇരിക്കാൻ പറ്റിയൊരു ജോയിൻ്റ് കൂടിയാണ്. അടിപൊളി സ്പേസാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നത് എല്ലാവരും വെരി ഫെമിലിയർ വിത്ത് ദ സ്പേസ്. എന്തായാലും ഗുഡ് ഫുഡ്, നോ ഡൗട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോട്ട് സീറ്റിലേക്ക് വീണ്ടും നമ്മുടെ ഞാനൊന്നും പറയണ്ടല്ലോ, നമ്മുടെ റാലി ഡ്രൈവർ കയറിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ സേഫ് ഡ്രൈവറാണ്. അപ്പോൾ നമുക്ക് ആ ടെൻഷനില്ല. EV കാസിൻ്റെ ഫ്യൂച്ചർ എന്താണ്? EV കാസ് ആക്ച്വലി ഞാനൊരു 2 EVകൾ യൂസ് ചെയ്തിട്ടുണ്ട്. EV കാസിൻ്റെ ഗുണം ഇനീഷ്യൽ പവറും നമുക്ക് ഗിയർ ഷിഫ്റ്റിൻ്റെ ഡിലേ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു വളരെയധികം എൻജോയ് ചെയ്യാം EV കാർ. പെട്രോൾ ഹെഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും എങ്ങനെ EV കാർസ് എൻജോയ് ചെയ്യണം. അതിൻ്റെ ആ ഇനീഷ്യൽ പവർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും എൻജോയ് ചെയ്യാവുന്നുള്ളത്. ഓക്കെ. EV കാറിൽ ടോർക്ക് കൂടുതലാണ് ഈവൻ കമ്പയർ ടു IC എൻജിൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ EV കാറുകളല്ലേ ഒന്നുകൂടി ബെറ്ററാണ്, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അതാണ് ഒരു റീസൺ. പക്ഷെ നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് IC എൻജിൻസിൽ കിട്ടുന്ന ഒരു വ്യത്യാസം എന്താണ്? ശരിക്കും IC എൻജിനിൽ നമുക്ക് കിട്ടുന്ന കൂടുതൽ ആ ഒരു ഫീൽ എന്താണ്? അല്ല, അത് നമ്മൾ റബ് ചെയ്ത് ഓടിക്കുന്നതും ആ ഫീലൊരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. ഒരു ഓട്ടോമൊബൈൽ മോട്ടോർ സ്പോർട്സ് എഞ്ചിനൊക്കെ എപ്പോഴും എഞ്ചിൻ എനിക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്തിട്ടല്ല ഓടിക്കുന്നത്. കൂടുതലും ഞാൻ എഞ്ചിൻ്റെ നോട്ടായിരിക്കും, നോട്ട് കേട്ടിട്ട് എൻജോയ് ചെയ്ത് അതാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഒരു ഡ്രൈവിംഗ്. ഗൈസ്, അതാണ് ഒരു ഓട്ടോമൊബൈൽ എൻതൂസിയാസ്റ്റിന്റെ ആദ്യത്തെ പൾസ്. എനിക്ക് ഡേവിസിനോട് ചെറിയ കാര്യങ്ങൾ, എന്താണ് കാസ്മാറ്റിക്, എന്താണ് ആക്ച്വലി നിങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഷമി, ഞങ്ങൾ ദത്ത് എന്ന് വിളിക്കും, ഷമി ദത്ത് എന്നാണ് പേര്. പുള്ളിക്കാരൻ ആക്ച്വലി ഷോർട്ട് മൂവി മേക്കറാണ്. ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അവരും ഒരു ടീമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാസ്മാറ്റിക്കിൻ്റെ മെയിൻ പില്ലേഴ്സ്. അപ്പോൾ ഇവരൊക്കെ ഓട്ടോമൊബൈൽ എൻതൂസിയാസ്റ്റുകളാണ്. ഒരു പക്ക ഓട്ടോമൊബൈൽ എൻതൂസിയാസം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പോലത്തെ സെയിം റേഞ്ച് പിടിച്ചു വരുന്നവരാണ്. അപ്പോൾ നേച്ചറലി അവർ നമ്മളായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ നമ്മൾ മേജായി. അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇതിൽ ക്യാമറ ക്രൂ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ ഓട്ടോമൊബൈൽ എൻതൂസിയാസ്റ്റുകളാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ട് ഒരാൾ, അദ്ദേഹമൊക്കെ ഓട്ടോമൊബൈൽ എൻതൂസിയാസ്റ്റുകളാണ്. എൻതൂസിയാസം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ നിലനിന്ന് പോകുന്നത്. വി ആർ ഫോക്കസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റിങ് ലോട്ട് ഓഫ് തിങ്സ് വിത്ത് ഓട്ടോമൊബൈൽസ്. അതാണ് ഞങ്ങളുടെ ഒരു തീം തന്നെ. പിന്നെ ഒരുപാട് പേര് ഫിലിമിലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേര്, ഒരു ഫവാസ് എന്ന് പറഞ്ഞ ഒരാൾ കന്നഡ ആക്ടറാണ്. ഇപ്പോൾ ഹിറ്റ് ഫിലിമാണ് ഓൾറെഡി ചെയ്തിട്ടുള്ളത്. ഈസ് വൺ ഓഫ് അവർ ഡയറക്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ VFX വർക്ക് ചെയ്തിരുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറ ക്രൂ ഇപ്പോൾ VFX സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഗൈസ് ആർ ഓൾ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു എനർജി ലെവല്, നമ്മുടെ പഴയ എനർജി ലെവലുള്ള ടീമാണ്. അപ്പോൾ അതാണ് കാസ്മാറ്റിക് ടീമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പണ്ടത്തെ റാലി കഥകൾ കേട്ടിട്ട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ് ആ റിക്വസ്റ്റ്? പണ്ടത്തെ പോലെ തന്നെ ദിവസങ്ങൾ നാവിഗേറ്ററായിട്ടും അപ്പ ഡ്രൈവറായിട്ടും ഒരു റാലി സ്റ്റൈലില് ഓടിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? എന്താണ് ജോസഫേ? ഇതായിട്ടൊന്ന് ട്രൈ ചെയ്യാം. അതെ, നല്ല കർവ്സും നല്ല എന്താ പറയുക, നല്ല റോഡും അല്ലേ? നമ്മളൊരു ഭൂതത്താങ്കിട്ട് സെക്ടറൊക്കെ തോന്നുന്നുണ്ടോ? എല്ലാത്തിനും പറ്റിയൊരു റോഡായിട്ട് തോന്നണേ. ഓക്കെ, നമ്മളത് റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2009 ആണ്. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്. കോഷൻ. 3 right. 3 right. Into 1 left. Fine. അത് വളരെ പ്രിസൈസ് ആയിരിക്കണം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ് ആക്സിലേറ്ററിന്റെ ആ ഫീലും ഞാൻ കോള് വിളിക്കുന്നതും അത് രണ്ടുപേരും ഒരു പോയിന്റിൽ കറക്റ്റ് ആയിരിക്കണം. അത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറിത്തിങ് ഗോസ് ഓഫ്. ആളെന്നെ തെറി വിളിച്ച് കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഓടേണ്ടത്. എങ്ങനെയുണ്ട്?
അവര് അത് ഓടിക്കാൻ തുടങ്ങണല്ലോ, എനിക്ക് ഓടിക്കാൻ പറ്റിയില്ല വിചാരിച്ച പോലെ. ജോസഫേ, നമ്മുടെ ആ ഒരു നൊസ്റ്റാൾജിയ ചെറുതായിട്ട് നമ്മുടെ ഒക്ടൈനുകളൊന്ന് നമ്മളെ ഒക്ടൈൻ ലെവലിലേക്കൊക്കെ അല്ലേ, വേറെ ലെവൽ ഒക്ടൈനിലേക്ക് എത്തിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല, പഴയ ഒരു ഫീലിൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റുന്നില്ല. ഐ എം സോറി ഫോർ ദാറ്റ്. എനിക്കറിയില്ല, ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. എനിക്ക് കുറച്ചും കൂടി ഒക്കെ റിഹേഴ്സലൊക്കെ പോയാൽ ശരിയായിരിക്കും. എനിവേ, എന്താ പറയുക, ജോസഫായിട്ടുള്ള എൻ്റെ ആ ഒരു ആത്മബന്ധം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി കൂട്ടി മുറുക്കി. എന്തായാലും ഇപ്പോൾ പറഞ്ഞ പോലെ ഗോൾഫ് ഒരു എന്താ പറയുക, ഒരു ബീസ്റ്റാണെന്നുള്ളത് ഇപ്പോൾ ജസ്റ്റ് ആ ഒരു ഷോർട്ട് ഡ്രൈവിൽ യു ക്യാൻ ഫീൽ ദ ഹാൻഡ്ലിങ് റൈഡ് എല്ലാം. ഇതുവരെയുള്ള റൈഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ റാലി റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും അടുത്ത ഹോട്ട് സീറ്റിൽ ഞാൻ തയ്യാറാണ്. കുറച്ചൊക്കെ റിഹേഴ്സൽ എനിക്ക് വേണം, സമയം വേണം. അപ്പോൾ എന്തായാലും ഇതാണ് പത്താഴക്കുണ്ട് ഡാം. 12-15 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു നല്ലൊരു സ്ഥലമാണ്. അത്യാവശ്യം വന്ന് എക്സ്പ്ലോർ ചെയ്യാം എല്ലാവർക്കും. ഒരു നല്ല സ്ഥലമാണ്. ഡു എക്സ്പ്ലോർ. ഇവിടെ റിസോർട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും വീക്കെൻഡൊക്കെ ആളുകൾ തൃശ്ശൂരുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. മിയക്ക് ചെറുപ്പം മുതലേ കാറുകളോടൊന്നും ഇഷ്ടം തന്നെയായിരുന്നു. പിന്നെ കാറുകളെ കുറിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് കൂടുമ്പോൾ സംസാരവും ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് മിയയ്ക്കും അതിനോട് കൂടുതൽ കേൾക്കുന്നത് കാറുകളുടെ വിശേഷവും അതിൻ്റെ മോഡിഫിക്കേഷൻസും കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് കണ്ടമാനം മിയയ്ക്ക് അതിലോട്ട് ഇൻസ്പയർഡ് ആവാനുള്ളൊരു കാരണമുണ്ട്. പിന്നെ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ ആളുടെ ഇൻട്രസ്റ്റ് മുഴുവൻ പിന്നെ ഫ്രണ്ട്സിൻ്റെ വണ്ടികളും ഇതൊക്കെ എന്നും നമ്മൾ വീട്ടിൽ വരുന്നതും ഇതൊക്കെ തന്നെ കണ്ടു വളർന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലോട്ടേക്ക് ആവുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഞാനായിട്ട് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നൊരു സംഭവമല്ല, ഇത് ഓട്ടോമാറ്റിക്കലി അതിലോട്ടേക്ക് ആയി വന്നതാണത്. അപ്പൻ ജോസഫ് ചർക്കക്കാരൻ്റെ കോ ഡ്രൈവർ ആവാൻ സാധിച്ചു ഇത്ര നാള്. ഇപ്പോൾ അതേ മകളായ ഒക്ടൈൻ ഗേൾ അഥവാ മിയ ജോസഫിൻ്റെ കൂടെ കോ ഡ്രൈവർ ആയിരിക്കാനുള്ള ഭാഗ്യം കൂടി സിദ്ധിച്ചു. അപ്പനെ കുറിച്ച് പറഞ്ഞത് അപ്പനോട് ചോദിക്കണൊക്കെ കേട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഓട്ടോമൊബൈൽ ആ ഒരു എന്തൂസിയാസം ഇപ്പോൾ വലിയൊരു ലെവലിലൊരു ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുകയാണല്ലോ. എങ്ങനെയാണ് ആ അനുഭവം? ആ വഴികളിലൂടെ വന്ന കഥകളൊക്കെ ഒന്ന് നമുക്ക് വിവരിക്കാമോ? ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണം എന്നായിരുന്നു. പക്ഷേ ഇങ്ങനെയായിരിക്കും എത്താന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് ചെറുപ്പം തൊട്ടേ അപ്പ റാലി ചെയ്യണ കണ്ടിട്ട് എനിക്കും റാലിക്ക് ഇറങ്ങണം എന്നായിരുന്നു താല്പര്യം. പക്ഷെ ഇതൊരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡാണ്, കയറാൻ പാടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ മുട്ടി നിൽക്കണ സമയത്താണ് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡോറ് ഓപ്പൺ ആയി വരുന്നത്. അതേത് കൊല്ലാണ്? കോവിഡ് സ്റ്റാർട്ട് ചെയ്യണ ഇയറാണ്. ഞാൻ 10th ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നതും ഒക്ടൈൻ ഗേൾ എന്ന് പറഞ്ഞ പേര് നമ്മൾ ഉണ്ടാക്കണതും. അപ്പ തൊട്ടുള്ള സപ്പോർട്ടാണ് അപ്പയുടെ വക. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എനിക്ക് ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല അപ്പ ഇല്ലാണ്ട്. കാരണം അപ്പയാണ് ഒക്ടൈൻ ഗേളുടെ മാത്രമല്ല മിയ ജോസഫിന്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അപ്പ തന്നെയാണ്. ഇപ്പം എല്ലാവരും ഇപ്പോൾ നമ്മളറിയാലോ, എല്ലാവരും പ്രേക്ഷകർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒക്ടൈൻ ഗേൾ എന്ന് പറയുമ്പോൾ പൊതുവേ അതൊരു ശരിക്കും പറഞ്ഞ ഒക്ടൈൻ എന്നുള്ള വാക്ക് ശരിക്കും വാഹനങ്ങളുടെ ഒക്ടൈൻ ബൂസ്റ്റർ എന്നുള്ള ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് കൂടുതൽ ഒക്ടൈൻ എന്നുള്ളത്. അതെങ്ങനെയാണ് മിയയ്ക്ക് ആ പേര് വന്ന് ചേർന്നതിന്റെ കഥ ഒന്ന് പറയാമോ? നമുക്ക് പണ്ട് സ്പോർട്സ് കാറൊക്കെ ഉള്ള ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, അപ്പയുടെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ്. അപ്പോ നമ്മുടെ ഈ ഗ്യാങ്ങിന്റെ പേര് ഒക്ടൈൻ ഫാമിലി എന്നായിരുന്നു. ഒക്ടൈൻ ഫാമിലി, യെസ്. അപ്പൊ ഞാൻ അതിലത്തെ വൺ ഓഫ് ദ യങ്ങസ്റ്റ് മെമ്പേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഒക്ടൈൻ ഗേളിന് പേരിട്ടത്. പിന്നെ എനിക്ക് കൂടുതലും പ്രീമിയം കാർസോടും സ്പോർട്സ് കാർസോടാണ് ചൈവ് കൂടുതൽ. അപ്പോ അതുകൊണ്ട് അങ്ങനെ ഒരു പേര്. ഇത് ഇട്ടിട്ട് എത്ര നാളായി ഉണ്ടാവും? ഇപ്പോ ലോങ് ടൈമോ? കുറച്ച് നാളായിട്ടുണ്ട്. അതായത് ഈ കാർസ് കോണ്ടന്റ് തുടങ്ങണതിന്റെ മുന്നേ തന്നെ നമ്മൾ പേര് കണ്ടുവച്ചിട്ടുണ്ടായി. എന്നിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇതിലേക്ക് ആക്സിഡന്റലായിട്ട് വന്നതാണോ അതോ അത് പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ നമ്മൾ കോവിഡിലാണെങ്കിൽ പോലും പ്രിപ്പയർ ചെയ്ത് വന്നതാണോ എന്നുള്ളതാണ് പിന്നെ ക്വസ്റ്റ്യൻ. ആക്ച്വലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ ആദ്യം എൻ്റെ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പയുടെ നിഞ്ച ഡെലിവറിയുടെ അന്ന് ഞാനൊരു പോർഷന്റെയും BMW-യുടെയും നടുക്കിരിക്കുന്ന ഒരു ഫോട്ടോ വെറുതെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു. അതിന് അന്നത്തെ കാലത്ത്, അതായത് ഒരു 5-6 years ബാക്ക്, ഒരു 2000 വ്യൂസ് ആണ് അതിന് കിട്ടിയത്, ലൈക്സ്. അതൊരു വലിയ സംഭവമായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റഡ് ആയിട്ട് തോന്നി. ക്രൗഡിന്റെ റിയാക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഞാൻ കൂടുതൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്.
ഞാൻ കേട്ടിട്ടുള്ളതേ ഈ ഒക്ടെയിൻ ഗാങ്ങിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മെമ്പർ നിർമ്മൽ കൃഷ്ണൻ, പിന്നെ ജോൺ ആലുക്ക, അങ്ങനെ ഒരു വലിയ ഒരു സൂപ്പർ കാർ ഓണേഴ്സിൻ്റെ തന്നെ ഒരു നിരയുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവരിൽ നിന്നൊക്കെ ഇതിന് പ്രത്യേകിച്ച് വണ്ടിയുടെ ഡ്രൈവിങ്ങിൻ്റെ ഇതുകളോ അതുപോലെ തന്നെ പ്രീമിയം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന രീതികൾ അവരെന്തെങ്കിലും പെർഫെക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവരുടെയൊക്കെ അഡ്വൈസ് ഉണ്ടോ? പിന്നല്ലാണ്ട് ഇവരൊക്കെ കുറെ വണ്ടികളുണ്ടെന്ന് മാത്രല്ല, ഇവരൊക്കെ ഹാർഡ് കോർ ഓട്ടോമൊബൈൽ ഇൻതൂസിയാസ് തന്നെയാണ്. വണ്ടീനെ പറ്റി കുറെ അറിയാം. ഇവരൊക്കെ സംസാരിക്കണം കേട്ടിരിക്കാൻ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഈ ഒക്ടെയിൻ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഉള്ളപ്പോൾ തന്നെ ഞാൻ ഇവരുടെ ഇടയിൽ പോയിരിക്കും. കാരണം ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ടോക്സ് എന്ന് പറഞ്ഞാൽ മൊത്തം കാർഡ്സിനെ പറ്റിയും ഇന്ത്യത്തെ ടോപ്പ് കാർഡ്സും ഇവരുടെയിലുള്ള കാർസ് ഓടിച്ചുള്ള എക്സ്പീരിയൻസും അതൊക്കെ ഇവർ ഷെയർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ കേട്ടിരിക്കലായിരുന്നു എൻ്റെ പണ്ടത്തെ ഹോബി. ഓട്ടോമൊബൈൽ ഇൻഫ്ലുവൻസിങ് ഫീൽഡിൽ ഇപ്പോൾ കുറച്ച് നാളായല്ലോ മിയ. അപ്പോൾ എങ്ങനെയായിരുന്നു, ഹൗ ഇസ് എക്സ്പീരിയൻസ്? ഇപ്പോൾ നല്ല എക്സ്പീരിയൻസുകൾ ആദ്യം ഞങ്ങളോട് നല്ല എക്സ്പീരിയൻസ് പറയാം, പിന്നെ ഓഫ് കോഴ്സ് ദ ബാഡ് എക്സ്പീരിയൻസസ്. ബാഡ് എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. ഗുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. എന്നാ വൺ ഓഫ് മൈ ഫേവറേറ്റ് പാർട്സ് ഓഫ് ബീയിങ് എൻ ഓട്ടോമൊബൈൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി എല്ലാ വണ്ടിയും ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ഓടിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതിലത്തെ ബെസ്റ്റ് ഭാഗം. അതിപ്പോ ദിവസങ്ങൾക്കും കിട്ടുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതാണ് എന്റെ ഫേവറേറ്റ് എന്ന് പറയാൻ. പിന്നെ അതിനൊപ്പം തന്നെ എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ഒരു വണ്ടി ഓടിച്ചു നോക്കാൻ അവിടെ ഇന്ത്യയുടെ പല ഭാഗത്തും പോകാൻ പറ്റും. ഡേവിസ് അങ്കിളിനെ എനിക്കറിയണത് അപ്പം ഹി വാസ് മൈ ഡാഡ്സ് നാവിഗേറ്റർ റാലി ഓടിച്ചിരുന്ന സമയത്ത്. ആളും ഈ ഇൻഡസ്ട്രിയിൽ നല്ല നോളജ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഹീ ഹാസ് ഓൾസോ ഇൻസ്പയർഡ് മീ ഈ ഫീൽഡിലേക്ക് വരാനും, ബിക്കോസ് ഹി ഹാസ് എ ലോട്ട് ഓഫ് കണക്ഷൻസ് വിത്ത് റിയലി ഗുഡ് കാർ ബ്രാൻഡ്സ് ആൻഡ് ഹീസ് ആൻ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ഹിംസെൽഫ്. സോ ഹി ഹാസ് ഓൾസോ ഇൻസ്പയർഡ് മീ ടു കം ഇൻ ടു ദിസ് കാറ്റഗറി. സോ യാ, വളർന്നു വരുന്ന ഈ ഫീൽഡിൽ വരുന്ന ഗേൾ ഇൻഫ്ലുവൻസേഴ്സിനോട് അല്ലെങ്കിൽ ഗേൾസിനോട് ഈ മേഖലയിലേക്ക് വരുന്നവരോട് പ്രത്യേകിച്ച് എന്താണ് മീക്ക് പറയാനുള്ളത്? വരൂ, ഈ ഇൻഡസ്ട്രിയിലേക്ക് വരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് പേരൻസ് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാം, എന്നാലും നിങ്ങൾ ഇതിൽ പാഷനറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാം. കാരണം ഇത് ബോയ്സ് ഓൺലി ഗെയിം അല്ല, എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്, ഇൻഡസ്ട്രിയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. എല്ലാവരും ഇതിലേക്ക് ഇറങ്ങണം. എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു ത്രില്ല് കിട്ടുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമുക്കറിയാലോ, ഇപ്പോൾ ഞാൻ നേരത്തെ അപ്പോട് ചോദിച്ച ചോദ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ IC എൻജിൻസ്, പെട്രോൾ എൻജിൻസും ഡീസൽ എൻജിൻസും ഒക്കെ ഇപ്പോൾ ഏതാണ്ട് ഒരു ഫാഗ് എൻഡിലേക്ക് പോവുകയാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ കുറയാണ്. ഇനിയിപ്പോൾ EV എൻജിൻസാണ് കൂടി, ഹൈബ്രിഡ്സ് ആൻഡ് EV എൻജിൻസ് ആണെന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ ഈസ് EV എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കിഷ്ടം IC എൻജിൻസാണ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഇതാർക്കും ഇഷ്ടപ്പെടില്ല എൻ്റെ ആൻസർ, പക്ഷേ ഐ ലവ് ഇലക്ട്രിക് കാർസ്. പക്ഷെ ഞാനത് ഇലക്ട്രിക് കാർസ് ഒരിക്കലും ഐസ് എൻജിനായിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യില്ല. പെട്രോൾ കാർസ് ആർ വേറെ ഫീൽ, ഇലക്ട്രിക് കാർസ് ആർ വേറെ കാറ്റഗറി. സോ പക്ഷേ ഐ എൻജോയ് ഡ്രൈവിങ് ഇലക്ട്രിക് കാർസ്. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായില്ല. പിന്നെ അപ്പോൾ ഒരു ഇലക്ട്രിക് കാർ പോയി എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എന്തിനാ ഇത് പോയി എടുത്തത്? ലൈക്ക് ഇതെന്ത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ പെട്ടെന്ന് ഐ തോട്ട് പീപ്പിൾ പെട്രോൾ ഹെയ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കീ വന്നിട്ട് പറഞ്ഞു ഓടിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ ഓടിക്കില്ല ഈ വണ്ടി, ഞാനിതിൽ കയറുന്നില്ല. ഓടിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി സംഭവം വേറെ. കാരണം അതിൻ്റെ എനിക്കിഷ്ടമുള്ള ഭാഗം എന്ന് വെച്ചാൽ ഇനിഷ്യൽ ടോർക്ക് ഒന്നും പറയാനില്ല. വണ്ടി ആക്സിലേറ്റർ ചവിട്ടുമ്പോഴത്തേക്കും വണ്ടി പറക്കും. അപ്പോൾ അത് ഓടിക്കാൻ അതിൻ്റെതായ ഒരു ഫണ്ണുണ്ട്. പക്ഷെ പെട്രോൾ കാർ ഓടിക്കണതിൻ്റെ ഫണ്ണും ഫീലും EV കാറിന് ഒരിക്കലും കിട്ടില്ല. വെരി ട്രൂ. എന്താ ജോസ്പേ, IC എൻജിൻസ് തന്നെയല്ലേ? പക്ഷെ ചില സെക്ടറുകളിൽ EV കൂടുതൽ ഫണ്ടാണ്. ഡെയിലി ഡ്രൈവിനാണെങ്കിൽ ഞാൻ EV ആണ് പ്രിഫർ ചെയ്യുക. ഇറ്റ്സ് പ്രാക്ടിക്കൽ, എക്കണോമിക്കൽ ആൻഡ് എവറിത്തിങ്. ഇപ്പോൾ ഒരു ഡ്രൈവിന് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ EV സജസ്റ്റ് ചെയ്യാം. മിയ കൂടുതൽ വലിയ എൻജിൻസൊക്കെ ഉള്ള വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്, V6, V8, V10 ഒക്കെ. എങ്ങനെയാണ് ആ ഒരു ഫീല്? എന്താണ് കുറച്ച് ഫീൽ? ഒന്നും പറയാനില്ല, അടിപൊളി. ഇനിഷ്യൽ തന്നെയാണ്
എനിക്കിഷ്ടമുള്ള ഭാഗം. ബിക്കോസ് ഇപ്പോൾ ഒരു സിഗ്നലിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് റോ കിട്ടുമ്പോൾ ആ എടുത്തു പോണ ഒരു ഫീലാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ഡ്രൈവിങ് സൂപ്പർ കാർ അല്ലെങ്കിൽ സ്പോർട്സ് കാർ. അതെ, നമ്മളൊരു കൗണ്ട് ഡൗൺ ആണ് 3 നമ്മുടെ ആവശ്യം. എനിക്ക് തോന്നുന്ന ഒരുവിധം ഒരു റേസ് ട്രാക്ക് പോലെയാണ് ആക്ച്വലി, ആ ഫ്ലാഗ് ഓഫിന് നിൽക്കുന്ന പോലെയാണ്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സംഭവം നമുക്ക് സ്ഥിരമായിട്ട് കാണാമെന്നുണ്ട് പല സിഗ്നൽസ്. മിയയുടെ പല ഇൻ്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മിയ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് GTIനോട്, പ്രത്യേകിച്ച് പോളോ GTI ഭയങ്കര ഒരു ഇതേപോലെ തന്നെ ഒരു നല്ലൊരു ഫീലുള്ള കാറാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോർഷെ ഓടിച്ചു. ഇത് വേറൊരു ജനറിക് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു GTI ഗോൾഫ് അത് എടുത്തിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ പുതിയ GTI ഗോൾഫിനെ കുറിച്ച്? ഞാനിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞാൻ GTI ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഇസ് ദ എൻജിൻ. ഒബ്വിയസ്ലി ഇതിൻ്റെ മുന്നത്തെ GTI ഹാഡ് 1.8 ലിറ്റർ എൻജിൻ. ദിസ് കംസ് വിത്ത് 2 ലിറ്റർ എൻജിൻ. പിന്നെ പവർ അതിന് 180 bhp ആണ് സ്റ്റോക്ക് വരുന്നത്. നമ്മൾ ട്യൂൺ ചെയ്ത് 200+ bhp ആക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഫൺ ടു ഡ്രൈവ്. അത് കഴിഞ്ഞിട്ട് ദിസ് വൺ കംസ് വിത്ത് 260+ bhp. അപ്പോൾ എനിക്ക് തോന്നുന്നു 400 bhp വരെ ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനുണ്ട്. അത് പിന്നീട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ മീ. ബിക്കോസ് എൻ്റെ ഇത് ഓടിക്കൽ വെച്ചിട്ട് ദിസ് പവർ ഇസ് ജസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഗുഡ്. GTI പോളോ തമ്മിൽ, പോളോവും അതുപോലെ തന്നെ ഇപ്പോൾ GTI ഗോൾഫും തമ്മിൽ ഇപ്പോൾ രണ്ട് വണ്ടിയും ഇപ്പോൾ 1.8 2 ലിറ്ററിൻ്റെ ഒരു വേരിയേഷനാണ് ബേസിക്കലി ഉള്ളത്. പക്ഷേ അത് രണ്ടും ഓടിച്ചിട്ടുള്ള ഒരു ആളെന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്, എന്താണ് വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു മേജർ ഫീൽ എന്താണ്? ഞാൻ മൂന്നെണ്ണം ഓടിച്ചിട്ട് സിമിലാരിറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. മൂന്നും വണ്ടിയുടെയും ഹാൻഡ്ലിംഗ് ഇസ് ജസ്റ്റ് അമേസിങ്. പക്ഷെ അത് ഗ്രാജുവലി കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി മേടിച്ചത് മഴക്കാലത്താണ്. അപ്പോൾ ഓടിക്കും നമ്മൾ ഫസ്റ്റ് പുഷ് ചെയ്ത് ഓടിച്ചപ്പോൾ വണ്ടി എന്താ പറയുക, the car is so planted on the road, like there's no body roll, pakka handling. So that is one thing I've noticed about all 3 cars. Handling is just amazing. അതുകൊണ്ട് കോൺഫിഡൻസ് കൂടും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. We can say that Golf is a better handling car than the Polo. Hands down, yeah. Okay. So guys, അതാണ് അതിൻ്റെ സത്യം. പിന്നെ GTI ഗോൾഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ വണ്ടി ആദ്യമായിട്ട് ഷോറൂമിൽ കാണാൻ പോയ ഞാനാണ് ഈ വണ്ടിയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാത്തതുകൊണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സർപ്രൈസ് ആയിരുന്നു. ഇതിൻ്റെ സൈസ്, ലുക്സ്, പവർ, എൻജിൻ, ഹാൻഡ്ലിംഗ് എല്ലാം വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് പറയും. കാരണം എല്ലാ വണ്ടിയുടെയും എല്ലാ ഫീച്ചേഴ്സും ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് ചിലതിൻ്റെ ലുക്സ് ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക, ചിലതിൻ്റെ പവർ ആയിരിക്കും, ചിലതിൻ്റെ എൻജിൻ ആയിരിക്കും, ചിലതിൻ്റെ ഹാൻഡ്ലിംഗ് ആയിരിക്കും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ എവറിതിങ് ഇസ് പെർഫെക്റ്റ്. അതാണ് എനിക്ക് പോളോ, വോക്സ്വാഗൺ, GTI, ഗോൾഫ് ഇവരോടൊക്കെയുള്ള ഒരു ഇഷ്ടം എന്ന് പറയാം. Which will be the next car for you? നെക്സ്റ്റ് കാർ ഒരു അടുത്ത സർപ്രൈസ് ആണ് ഞാൻ സോണ്ട. അപ്പനോട് ചോദിക്കാം, മോളോട് ചോദിച്ചാൽ പറയില്ല, അറിയൂല എന്ന് പറയുള്ളൂ. അപ്പൊ എന്താണ് പറയാനുള്ളത് പുതിയ നെക്സ്റ്റ് കാർ? ഒരു വണ്ടി കൂടി വരുന്നുണ്ട്. അതൊരു 2 വീക്സിനുള്ളിൽ ഡെലിവറി ആവും. ഡെലിവറി കിട്ടിക്കഴിഞ്ഞിട്ട് അത് പറയാതെ വണ്ടി. അതൊരു വൺ ആൻഡ് ഓൺലി വണ്ടിയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. വൺ ഓഫ് വൺ കാർ. വാവ്. അതൊരു സർപ്രൈസ് ആയിട്ട് വെക്കാം. വെരി ലക്കി ടു ഗെറ്റ് ദാറ്റ് കാർ. എന്തോ ഒരു ഗെയിമൊക്കെ കളിച്ചിട്ടാണ് വിൻ ചെയ്തതെന്നും. സർപ്രൈസ്. നോ ക്വസ്റ്റ്യൻസ്. നോ റിവീലിംഗ്, നോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതങ്ങനെ നടക്കട്ടെ. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയും കയറാന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അത് കഴിഞ്ഞു, അത് പാസ്റ്റ് ആണ്. ഈ ഫ്യൂച്ചർ എന്താണ്? പയ്യെ റേസിംഗ് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ അപ്പ? വാവ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പൊ ചോദിക്കാൻ വന്നൊരു ചോദ്യമാണ്, റേസിംഗിലേക്ക് എന്നാണ് കാലുവെക്കുന്നത് എന്നുള്ളത്. സൂൺ, വെരി സൂൺ. ഓക്കെ. ഇപ്പോൾ ഞാൻ ആകെ അറിയാവുന്ന ഒരാൾ ആതിര മുരളിയാണ്, ഫ്രം കേരള. ഐ തിങ്ക് ഷീ ഈസ് ഡൂയിങ് റാലിങ്. വിൽ യു ബി ദർ ഫോർ റാലിങ്, ജോസഫേ?
ഓക്കെ. അപ്പം എന്തായാലും അപ്പൻ്റെ മോള് തന്നെയാണ്. അപ്പോൾ നമുക്കിത് റാലിയിൽ പ്രതീക്ഷിക്കാം, റാലി റേസിങ്ങിലും പ്രതീക്ഷിക്കാം. അപ്പോൾ എനിവേ, ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. അൾട്ടിമേറ്റ് ഡ്രീം എന്താണ്? അൾട്ടിമേറ്റ് ഡ്രീം ഇൻ യുവർ ലൈഫ്? ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ ലോകത്തില് എല്ലായിടത്തും ട്രാവൽ ചെയ്ത് എല്ലാ വണ്ടിയും ഓടിച്ച് എല്ലാ വണ്ടിയും എക്സ്പീരിയൻസ് ചെയ്യലാണ് അൾട്ടിമേറ്റ്. ഓ വാവ്. അപ്പോൾ സൂപ്പർ ബ്ലോണ്ടി സ്റ്റൈൽ. ഓ ഗ്രേറ്റ്. അപ്പോൾ ആ ഭാഗ്യമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീക്ക് ലഭിക്കട്ടെ, അടിച്ച് പൊളിക്കണം. ഓക്കെ. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ? എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഇപ്പോൾ മോൾഡീവ്സ് ആണ്. വാവ്. എന്താ അങ്ങനെ പർട്ടിക്കുലർ എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടം, സീ ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു? അതിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ്? ഇപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് എന്താ പറയുക, മറ്റു വാഹനങ്ങളില്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഇതിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ജോസഫ്, ലോഞ്ച് കൺട്രോൾ ഇല്ലേ? പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് അല്ലേ? അത് എല്ലാ വണ്ടികളിലും ഇല്ല. ഇതിന്റെ ഇന്റീരിയറിനെ കുറിച്ച് എന്താ തോന്നുന്നത്? പുതിയ ഗോൾഡ് ടിയുടെ ഇന്റീരിയേഴ്സിന്റെ ഒരു ഫീൽ എന്താണ്? കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ഇന്റീരിയർ ആണ് വരുന്നത്. ഇപ്പോൾ സീറ്റ്സ് ആയാലും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്ലസ്റ്റർ, എവറിത്തിങ് മാറിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ദ ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോൾസും എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാം കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇറ്റ് ഇസ് കമ്മിങ് വിത്ത് എ ബിഗ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇപ്പോൾ ഇന്നത്തെ കാർസ് വരുന്ന പോലെ. അപ്പോൾ കുറേ ഡിഫറൻസ് ചേഞ്ചസ് ഉണ്ട്, വിച്ച് ആർ ആക്ച്വലി മോർ പ്രാക്ടിക്കൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ. പിന്നെ ഒരു ചെറിയ സൺറൂഫ് കൊടുത്തു എന്നുള്ള ഒരു എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീച്ചറാണ് സൺറൂഫ്. വൈ കുറച്ചും കൂടെ നേച്ചർ ഫ്രണ്ട്ലി ട്രിപ്സ് പോകുമ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് പോവാം. ഇവിടെ ടൗണിൽ പറ്റില്ല, ബിക്കോസ് ഓഫ് ദ പൊല്യൂഷൻ ആൻഡ് ഡസ്റ്റ്. പക്ഷെ അതർവൈസ് മുന്നത്തെ വണ്ടി വന്നിരുന്നത് 16 ഇഞ്ച് വീൽസ് ആണ്. നമ്മളത് 17 ഇഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ദിസ് വൺ സ്റ്റോക്ക് തന്നെ 18 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. സോ ബെറ്റർ പെർഫോമൻസ്. പിന്നെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടായി. ബിൽസ്റ്റീൻ B14 സസ്പെൻഷൻ കയറ്റിയിട്ടുണ്ടായി. ബിൽസ്റ്റീൻ B14 സസ്പെൻഷൻ നമ്മൾ ഇതിൻ്റെ മുന്നത്തേൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇതിൽ അതിൻ്റെ ആവശ്യം തോന്നുന്നില്ല. ഓൾറെഡി അത്യാവശ്യം ലോ ആണ് വണ്ടി, ക്ലിയറൻസ് കുറവാണ്. യെസ്. അപ്പോൾ വിച്ച് മേക്സ് ഹാൻഡ്ലിംഗ് ബെറ്റർ. അപ്പോൾ ഇതുവരെ എനിക്ക് അപ്ഗ്രേഡിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. സോ അതൊക്കെയാണ് പുതിയ ഗോൾഫ് GTAയുടെ സംഭവം. ശരിയാണ്, എനിക്ക് തോന്നി ആ വഴി പ്രത്യേകിച്ച് സ്ലോ സ്പീഡിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി സ്റ്റിഫറാണ്. ഉള്ളിൽ കുറച്ച് ബമ്പിയായിട്ട് തോന്നും സ്ലോയിൽ പോകുമ്പോൾ. പക്ഷെ ആ സ്പീഡ് എടുക്കുമ്പോൾ ഐ ഫീൽ ദാറ്റ് അത് വളരെ എന്താ പറയുക, നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. സ്പീഡ് വരുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആണ് വണ്ടി. പിന്നെ വേറെ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഞാനിപ്പോഴേ ഇവിടെ തോമസൺ കാസലാണ്. നമ്മുടെ എപ്പിസോഡിൻ്റെ കൺക്ലൂഷനിലാണ്. നല്ല ടയർഡാണ്, ഭയങ്കര ഫുഡാണ്, മിക്സ് ചെയ്തത്. തൃശ്ശൂർ നിങ്ങൾ വരികയാണെങ്കിൽ തോമസൺ കാസൽ തന്നെ കഴിക്കാവും. ഗംഭീര ഫീൽ ഉണ്ട്. എനിക്ക് പറയുന്നത് കാസ്മാറ്റിന്റെ വീഡിയോസ് നിങ്ങൾ കാണണം. അതിന്റെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ യൂണീക് വീഡിയോസ് ആൻഡ് വെരി ഒത്തന്റിക് വീഡിയോസ്. വെരി ഫൺ ടു വാച്ച്. ആൻഡ് നിങ്ങളുടെ ചാനൽ ഇമ്പ്രൂവ് കാണാറുണ്ട് വീഡിയോസ് ഒക്കെ. അപ്പോൾ ഐ ഫീൽ സോ പ്രിവിലേജ് ടു ബി പാർട്ട് ഓഫ് Davis Abdul's interview. Thank you. And we had so much fun also. When I got GTA, first video, it was very fun with the crew. ഈ കാര്യം കൂടി ഉണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് ഗേൾ GTA, ഗോൾഡ് GTA ഒക്ടേൻ ഗേളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ലാസ്റ്റ് മെസ്സേജ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. I just hope I inspire more girls and boys into this field and start driving and start enjoying driving. Do not drive safe, have fun.